നമസ്കാരം കൂട്ടുകാരെ. കേരളത്തിൽ മുമ്പൊക്കെ വളരെ സർവ്വസാധാരണമായിട്ട് കണ്ടിരുന്ന വളരെ അതിവിശിഷ്ടമായ ഒരു സസ്യം തേടിയാണ് ഇപ്പം നമ്മൾ പോകുന്നത്. ചിലപ്പോഴത് ഇവിടെ ഈ പ്രദേശങ്ങളിലൊക്കെ കാണാനായിട്ട് സാധ്യതയുണ്ട്. വളരെ വിശിഷ്ടമായ ഒരു ഔഷധ സസ്യമാണ്. കേരളത്തിലെ നാട്ടിൻപുറങ്ങളിലൊക്കെ വളരെ സർവ്വസാധാരണമായിട്ട് മുമ്പൊക്കെ കണ്ടിരുന്ന സസ്യമാണ്. ഇതാണ് ആ സസ്യം. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിന് ചുളുക്കുറ്റി പഴമെന്നൊക്കെ അറിയപ്പെടുന്നൊരു സസ്യമാണ്. യഥാർത്ഥത്തിൽ ഈ ഔഷധ സസ്യം അങ്കോലം എന്നറിയപ്പെടുന്ന അതിവിശിഷ്ടമായ ഒരു ഔഷധ സസ്യമാണ്. അലാഞ്ചിയം സാൽവിഫോളിയം എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. ഇതിൻ്റെ ഇലകൾ, തണ്ടിൽ തൊലിയ്, വേര്, ഇതിൻ്റെ പഴം ഇവയൊക്കെ വളരെ വിശിഷ്ടമായ ഔഷധ ഗുണമുള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ വേരിലെ തൊലി പലതരത്തിലുള്ള മൃഗങ്ങളുടെ കടി ഏൽക്കുന്നതിനുള്ള ഒറ്റമൂലിയായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. പാമ്പിൻ വിഷത്തിനെതിരായിട്ടും പേപ്പട്ടി വിഷത്തിനെതിരായിട്ടും മാരകമായിട്ടുള്ള മുള്ളുകൾ കൊണ്ടുള്ള വിഷത്തിനും ഒക്കെ പ്രതിവിധിയായിട്ട് ഇതിൻ്റെ വേരിലെ തൊലി ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ പഴങ്ങൾ വളരെ മാർദ്ദവുമുള്ളതും പുറം തോടിന് ചെറിയ കട്ടി ഉണ്ട്. അത് നമ്മൾ ചെറുതായിട്ടൊന്ന് പൊളിച്ച് എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വളരെ മാംസളമായിട്ടുള്ള ഒരു ഫ്ലഷി ആയിട്ടുള്ള മധുരവും ചെറിയൊരു പുളിയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു രുചിയാണുള്ളത്. വളരെ ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണിത്. അങ്കോലം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും അതോടൊപ്പം തന്നെ ശ്രീലങ്ക, മറ്റ് സൗത്ത് ഏഷ്യ വൻകരകളിലുമൊക്കെ കാണപ്പെടുന്ന ഒരു സസ്യമാണിത്. വളരെയധികം ഔഷധ ഗുണമുള്ള ഈ സസ്യം മുമ്പ് കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും കാണപ്പെട്ടിരുന്നതാണ്. എന്നാൽ ഇന്ന് ഇത് വളരെ ചുരുങ്ങി ചില സ്ഥലങ്ങളിൽ മാത്രമേ ഇത് കാണപ്പെടുന്നുള്ളൂ. വളരെ മനോഹരമായ പഴങ്ങളാണിതിൻ്റെ. പഴത്തിൻ്റെ ഉള്ളിൽ നിന്നും അതൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. പലപ്പോഴും ഇത്തരം സസ്യങ്ങളെ നമുക്ക് അറിവില്ലാത്തതുകൊണ്ട് സാധാരണ വെട്ടി നശിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇത്രയും ഔഷധ ഗുണമുള്ള ഈ ഒരു സസ്യത്തെ വെട്ടി നശിപ്പിക്കുകയൊന്നും ചെയ്യരുത്. പരമാവധി എല്ലാവരും അത് സംരക്ഷിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം.